ഞങ്ങൾക്കും പറയാനുണ്ട്. ഇപ്പോൾ ഭരണത്തിൻ്റെ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. ഇലക്ഷന് മാത്രം പ്രത്യക്ഷപ്പെടുക എന്നുള്ളൊരു സിസ്റ്റം മാറ്റി എന്നും നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ ഇല്ലേ, നാട്ടുകാരെല്ലാവരും ഒന്നാണ്. നാട്ടുകാർ സഹകരിച്ചാലേ ബാക്കിയുള്ളവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും മത്സരിക്കും. 21 വാർഡിലും മത്സരിച്ച് മത്സരം കഴിഞ്ഞവരെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മളെ പറ്റിക്കുകയാണ്. വികസനം എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തു തരാമെന്ന് പറയും, പക്ഷേ ഒന്നും നടപ്പിലായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് ഞങ്ങൾക്കും പറയാനുണ്ട് ടീം എത്തിയിരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലാണ്. ചേർപ്പ് മഹാത്മാ മൈതാനത്താണ് ഞാൻ നിൽക്കുന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട് ഈ മൈതാനത്തിന്. തയങ്കളങ്ങരയ്ക്ക് സംബന്ധിച്ച് ഈ മൈതാനം ഇതിൻ്റെ ഒരു നവീകരണമെല്ലാം പലപ്പോഴായിട്ട് ഉയർത്തി കാണിക്കുന്ന ചർച്ചകളിൽ വന്നത് എന്നത് മാത്രം. അതിനപ്പുറം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ തന്നെ കിടന്നു എന്നതാണ് പറയാനുള്ളത്. എന്തായാലും ഞങ്ങൾ നീട്ടുന്നില്ല, ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന് ജോർജേട്ടൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ജോർജേട്ടൻ ഇവിടെ പടിഞ്ഞാട്ടുമുറിയിലാണ് താമസിക്കുന്നത്. ജോർജേട്ടാ, കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്ക് മാത്രം നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു ഭരണത്തിൻ്റെ അല്ലെങ്കിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥ? ഇപ്പോൾ ഭരണത്തിൻ്റെ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ പുതിയ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കർഷകർക്ക് വിത്ത് സബ്സിഡി തരുന്നു. അത് ഞാനൊരു കർഷകനാണ്, ഞാനൊരു എക്സ് മിലിറ്ററിക്കാരനുമാണ്, കർഷകനും കൂടിയാണ്. അപ്പോൾ വിത്തൊക്കെ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. പക്ഷേ കോട്ടം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ കാണുന്ന പഞ്ചായത്തിൻ്റെ ഈ കമ്മ്യൂണിറ്റി ഹാള് അത് എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും അങ്ങനെ കിടക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനെ അവരൊന്നും ചെയ്തിട്ടില്ല. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്ലസും മൈസും പ്ലസ് ഈ മൈതാനം ഇവിടെ പറയുന്ന 1 കോടി രൂപയിൽ ചിലവാക്കുന്നൊക്കെ പറഞ്ഞ് ഇവിടെ പോസ്റ്ററൊക്കെ കണ്ടു. പക്ഷെ ഒന്നും അനക്കൊന്നും കാണാനില്ല. ഭയങ്കര വൃത്തികേടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പാർട്ടീനെ അനുകൂലിച്ചോ പ്രതികരിച്ചിട്ട് പറഞ്ഞല്ല, പൊതുവെ എൻ്റെ ഒരു വികാരം തീർച്ചയായിട്ടും പറഞ്ഞതാണ്. അപ്പോൾ ഇനി പുതിയ ഭരണസമിതികൾ ഈ കോട്ടങ്ങളൊക്കെ നീക്കി നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നുള്ള പ്രതീക്ഷ. ജോജേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയാണ്? അടുത്ത ഭരണസമിതിയെങ്കിലും വരുമ്പോൾ ഈ ചേർപ്പ് ഈ ഹൃദയഭാഗത്തുള്ള മൈതാനം വളരെ വൃത്തിയും കുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയവർക്കും എല്ലാവർക്കും വന്നിരുന്ന് ഒരു പാർക്ക് പോലെ ആക്കി തീർക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു. ഒന്നുകൂടി മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാം കൊണ്ടും കുറേ വ്യത്യാസങ്ങൾ വരുത്താണ്ട്. എങ്ങനെയാണ് ചെറുപ്പിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഒരു അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട്, വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. ആദ്യത്തെക്കാളും കഴിഞ്ഞ ഒരു ഭരണസമിതി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിന് ചേട്ടന് എത്ര മാർക്ക് കൊടുക്കാൻ സാധിക്കും? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിഞ്ഞ് അല്ല, മാറി വരുമ്പോൾ അതിൻ്റെയുള്ള വ്യത്യാസങ്ങൾ പലതും മാറ്റങ്ങളുണ്ട്. മോശമായിരുന്നു? അപ്പോൾ മോശമായിരുന്നു ഒന്നും പറയാൻ പറ്റുള്ളൂ. അതാണ് അഭിപ്രായം. പത്മനാഭൻ സാറ്, നമുക്കറിയാം അങ്ങ് ഒരുപാട് ഇലക്ഷനെല്ലാം നിന്ന അങ്ങയുടെ പിതാവ് തന്നെ പുറത്തുശ്ശേരിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമൊക്കെ വഹിച്ചൊരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളാണ്. എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? ഈ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ 35 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അച്ഛൻ വീട്ടിലുണ്ടാവില്ല, അച്ഛൻ ജനങ്ങളുടെ ഇടയിലായിരിക്കും. അച്ഛൻ ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ ഒരാൾ എതിര് പോലും നിൽക്കില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് 98-ൽ അച്ഛൻ നിർത്തി, പിന്നെ അങ്ങനെ മാറി ഞങ്ങളും ഇങ്ങോട്ട് പൂരവതിക്ക് താമസം മാറ്റി. ഇപ്പോൾ പലപ്പോഴും ഒരു ആവശ്യം എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് മാത്രമേ ഈ വാർഡ് മെമ്പർമാരെ ഇവരെയൊക്കെ നമ്മൾ കാണുകയുള്ളൂ. ഇതിന് ശേഷം നമ്മളൊരു പരാതിയായിട്ട് ചെന്നാലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ചോദിച്ച് അതിന് പരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നവരാണ് അവർ. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അവർ മുന്നോട്ട് വരണം. ജനങ്ങളുടെ അതായത് ഇലക്ഷന് മാത്രം പ്രത്യക്ഷപ്പെടുക എന്നുള്ളൊരു സിസ്റ്റം മാറ്റി എന്നും നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ ഇല്ലേ, നാട്ടുകാരെല്ലാവരും ഒന്നാണ്. ഇപ്പം നാട്ടുകാർ സഹകരിച്ചാലേ ബാക്കിയുള്ളവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫണ്ട് വരുവാണെങ്കിലും നാട്ടുകാർ തന്നെ വേണം. അപ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം.
ഇലക്ഷൻ സമയം ഒഴിച്ച് അല്ലാതെ തന്നെ ബാക്കി അവരുടെ പ്രശ്നങ്ങൾ ഒരു വീട് വിടാൻ കയറി നമ്മുടെ വാർഡ് മെമ്പറിനൊക്കെ കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ കണ്ടാണ്, പിന്നെ കണ്ടിട്ടില്ല. ചേർപ്പിൻ്റെ പരാതികളുടെ പ്രളയമുണ്ടെങ്കിൽ ദാ ഈ പ്രളയമാണ് ചേർപ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അകത്ത് പരിപാടി നടക്കുകയാണെങ്കിൽ ഒരു ബോട്ട് സർവീസ് വേണ്ടി വരും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചേർപ്പ് പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നവീകരണങ്ങൾ. ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ആരുടെയും പക്ഷം പിടിക്കാനല്ല, ആരെയും താഴ്ത്തി കെട്ടുവാനോ ആരോ ഉയർത്തി കെട്ടുവാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളല്ല പറയുന്നത് അവരാണ്. ഞങ്ങൾക്കും പറയാനുണ്ട്. നാളെ കാണാം മറ്റൊരു പഞ്ചായത്തിലെ വികസനവും വികസന നേട്ടങ്ങളും കോട്ടങ്ങളെക്കുറിച്ചുള്ള തുടർ ചർച്ചകളിലേക്ക്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.